ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന് SIT കണ്ടെത്തി. 1998 ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞ വിവരം അറിയാമായിരുന്ന രണ്ടാം പ്രതി മുരാരി ബാബു 2019 2024 ഈ പാളികൾ ചെമ്പാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടനിലക്കാരനാക്കി സ്പോൺസറായി നിലനിർത്തി തട്ടിപ്പ് തുടരുകയായിരുന്നു. പോറ്റി 14 ദിവസം ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇതിനിടെ സ്വർണം പൂശിയ പാളികൾ ഇന്നലെ പുനഃസ്ഥാപിച്ചു. തുലാമാസ പൂജകൾക്കായി ഇന്നലെ നടയും തുറന്നു. സന്നിധാനത്ത് നല്ല മഴയും ഒപ്പം നല്ല തിരക്കും അനുഭവപ്പെടുന്നതായി റിപ്പോർട്ട്. സർക്കാർ അനുമതിയില്ലാതെ ജീവനക്കാരെ നിയമിച്ച് കോർപ്പറേഷൻ ശമ്പളം നൽകുന്നതായി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തി. തട്ടുകടകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്കായി വാങ്ങിയ 2 വാഹനങ്ങൾ വികസന ക്ഷേമകാര്യ സമിതി അധ്യക്ഷന്മാർ ഉപയോഗിക്കുന്നതായും ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുന്ന ABC പദ്ധതി ഉൾപ്പെടെ പലതിലും വൻ ക്രമക്കേട് നടന്നതായും വ്യക്തമായി. ചീഫ് ജസ്റ്റിസിന്റെ വ്യാജ ഉത്തരവുണ്ടാക്കി ഹരിയാന ദമ്പതികളിൽ നിന്ന് 1 കോടി രൂപ തട്ടിപ്പ് നടത്തിയതിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. തിരുവനന്തപുരം നഗരത്തിലെ സിഗ്നൽ സംവിധാനം അപ്പാടെ താളം തെറ്റി. സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്നവയാണ് ശക്തമായ മഴയിൽ നിർജീവമായത്. കനത്ത മഴയിൽ എല്ലാ റോഡുകളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. മണ്ണന്തല കേശവദാസപുരം റോഡിൽ ഇന്നലെ രാവിലെ അരമണിക്കൂറിൽ കൂടുതൽ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ കുരുങ്ങിക്കിടന്നു. അമ്പലപ്പുഴ ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് 300 കോടി രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് നിർമ്മാണ വിഭാഗം ദക്ഷിണ റെയിൽവേക്ക് കൈമാറി. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതുതായി രൂപീകരിച്ച 10 വാർഡുകളിൽ 7 എണ്ണവും സംവരണ വാർഡുകളായി. കാര്യവട്ടം, അമ്പലമുക്ക്, കരുമം, ഗൗരീശപട്ടം, ചെങ്കോട്ടുകോണം എന്നീ വാർഡുകൾ സ്ത്രീ സംവരണത്തിലായപ്പോൾ പാങ്ങപ്പാറയും അലത്തറയും പട്ടികജാതി സംവരണ വാർഡുകളായി. കർഷകരുടെ വിളവിവരങ്ങൾ ഡിജിറ്റലാക്കുന്ന ഡിജിറ്റൽ ക്രോപ്പ് സർവേക്ക് സംസ്ഥാന കൃഷി വകുപ്പ് തുടക്കമിടുന്നു. കൃഷിയിടത്തിന്റെ ജിയോ ടാഗിൽ ഭൂ ഉടമയുടെ കൃഷി വിവരങ്ങൾ രേഖപ്പെടുത്തും. സഞ്ചാരവും എഴുത്തനുഭവങ്ങളും ഒരുമിക്കുന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ യാനത്തിന് വർക്കലയിൽ തുടക്കമായി. വർക്കല രംഗകലാകേന്ദ്രത്തിൽ സംസ്ഥാന ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വെള്ളറടയിൽ വിഷക്കൂൺ കഴിച്ച് 6 പേർ ആശുപത്രിയിലായതിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് പലയിടത്തും വെള്ളപ്പൊക്കവും ഗതാഗതക്കുരുക്കും തുടരുന്നു. മുല്ലപ്പെരിയാർ ഡാം ഇന്ന് തുറക്കും. നെടുങ്കണ്ടം തൂക്കുപാലം ഭാഗങ്ങളിൽ കുത്തൊഴുക്കിൽ വാഹനങ്ങൾ ഒലിച്ചുപോയി. ശബരിമല സന്നിധാനത്തും കനത്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച വരെ മിന്നലോടുകൂടിയ മഴയുണ്ടാകും. പട്ടികജാതി വികസന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും വനിതാ ഉദ്യോഗസ്ഥരുടെയും ഫോണുകളിലേക്ക് നിരന്തരമായി അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്ത എറണാകുളം സ്വദേശി ദീപു കെ ബാലനെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കി. എഴുത്തുകാരനും അധ്യാപകനും നാടക കലാകാരനുമായിരുന്ന മാധ്യമപ്രവർത്തകൻ ജി നന്ദകുമാർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. മലയാള മനോരമയുടെ പോത്തൻകോട് ലേഖകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ മൊസാംബിക്കിനടുത്ത് ബോട്ട് മറിഞ്ഞ് മലയാളി അടക്കം കാണാതായ 6 ഇന്ത്യക്കാരിൽ 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയതായി റിപ്പോർട്ട്. പിറവം എടക്കാട്ടുവയൽ വെളിയനാട് സന്തോഷിന്റെയും ഷീനയുടെയും മകൻ ഇന്ദ്രജിത്താണ് അപകടത്തിൽപ്പെട്ടത്. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.